കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നുവെന്നാണ് കരുതപ്പെടുന്നത്. പറവൂർ, നിലയ്ക്കൽ, കൊല്ലം, കോക്കമംഗലം, പാലയൂർ എന്നിവിടങ്ങളിലെ പള്ളികൾ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. ഏഴര പള്ളികൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പാദസ്പർശനം മൂലം അനുഗ്രഹീതമായ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. 72 തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് കുത്തേറ്റാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന്റെ കബറിടം ഇപ്പോഴും മൈലാപ്പൂരിൽ ഉണ്ടെങ്കിലും ഭൗതിക വിശിഷ്ടങ്ങൾ നിലകൊള്ളുന്നത് ഇറ്റലിയിലെ ഓർത്തോണയിലാണ്. യേശുവിന്റെ ഒരു ധീരനായ അനുഗാമിയാണ് അദ്ദേഹം. തന്നോടൊപ്പം സത്യത്തിന്റെയും ജീവന്റെയും വഴി തിരഞ്ഞെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വസ്ത ക്രിസ്തു ശിഷ്യനാണ് തോമസ് ലീഹ. ഇന്ന് ജൂലൈ 3 ഇന്ത്യയിലെ ക്രൈസ്തവ സഭയുടെ സ്ഥാപകരും യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളുമായ മാർ തോമസ് ലീഹയുടെ ഓർമ്മ തിരുനാളാണ് ദുഃഖ്രാന. ഇന്ത്യയിൽ സുവിശേഷ ദൗത്യവുമായി എത്തിയ ആദ്യത്തെ അപ്പസ്തോലനാണ് അദ്ദേഹം. ദിദിമോസ്, മാർ തോമസ് എന്നീ പേരുകളിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തി സുവിശേഷ പ്രചാരണം നടത്തി എന്ന് വിശ്വസിക്കുന്നു. യേശു പറഞ്ഞു, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിനായി സ്വന്തം ജീവൻ സമർപ്പിച്ച വ്യക്തിയാണ് വിശുദ്ധ തോമസ് ലീഹ. നമുക്കും അവനോട് കൂടി പോയി മരിക്കാം എന്ന തോമസ് ലീഹയുടെ വാക്കുകളിൽ പ്രചോദിതരായി യേശുവിനായി സ്വന്തം ജീവൻ സമർപ്പിക്കുകയും അവിടുത്തെ പാത പിന്തുടരുകയും ചെയ്യാം. ഏവർക്കും ദുഃഖ്രാന തിരുനാളിന്റെ ആശംസകൾ നേർന്നുകൊണ്ട്